ദൈവനാമത്തിന് മഹത്വം. നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വളരെ പരിചിതമായ, ക്രിസ്തീയ ലോകത്ത് വളരെ പരിചിതമായ ഒരു വാക്യം വായിക്കാം. അതായത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് താന് പരസ്യ ശുശ്രൂഷ, അതിനു മുമ്പ് തൻ്റെ സെക്കുലറായിട്ടുള്ള ജീവിതം, അത് കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷ, കാൽവറി ക്രൂശിലെ മരണം, അത് കഴിഞ്ഞ് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവർക്ക് താനെ ജീവിച്ചിരിക്കുന്നു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന കാര്യം താനെ തൻ്റെ ആ പ്രത്യക്ഷതയിലൂടെ വെളിപ്പെടുത്തി. അങ്ങനെ അതിനുശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ഒരു വാക്യം ക്രിസ്തീയ ലോകത്ത് വളരെ പരിചിതമായ വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണത്. എന്തുകൊണ്ടാണ് ഈ വാക്യം വളരെ പ്രസക്തമാകുന്നത്? നമുക്കറിയാം. ഒരു പിതാവ് താന് ഈ ലോകത്ത് തൻ്റെ ശുശ്രൂഷകളൊക്കെ തികച്ച ശേഷം താന് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ താൻ വിട്ടുപോയാൽ, ആളുകൾ ചോദിക്കും, അവസാനം എന്താ പിതാവ് പറഞ്ഞത് എന്ന് ചോദിക്കും. എന്തുവാ ഒടുവിലായിട്ട് എന്തോ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് എന്തുവാ പറഞ്ഞത്? പല കാര്യങ്ങൾ ഇത്രയും നാൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വിട്ടുപോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾക്ക് കൂടുതൽ അതിനൊരു പ്രാധാന്യം ആളുകൾ കൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് താന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ അതിന് തൊട്ടു മുമ്പായിട്ട് പറഞ്ഞ ഈ വാക്യം അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ലോകത്ത് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന വാക്യമാണ്. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു താനെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ എൻ്റെ സാക്ഷ്യം വഹിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമൊക്കെ ഈ ഭാഗം തന്നെ, ഏതാണ്ട് ഈ കാര്യം തന്നെ മർക്കോസ് പറയുമ്പോൾ അവിടെ വേറൊരു ഊന്നലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്താ കാണുന്നത്? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞതായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ കർത്താവ് അവിടെ എല്ലായിടത്തും പോയി ഈ സാക്ഷ്യം പ്രസ്താവിപ്പീൻ, ഈ സുവിശേഷം പ്രസ്താവിപ്പീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എല്ലായിടത്തും പോയി എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം പറയണം, ബെയറിങ് വിറ്റ്നസ്. എൻ്റെ സാക്ഷികൾ, ആ സാക്ഷ്യം എന്നെക്കുറിച്ചുള്ളത് നിങ്ങൾ പറയണം, പ്രസംഗിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 1-8 അതാണോ? നമ്മള് വാക്കുകള് ശ്രദ്ധിക്കണേ. അവിടെ പറയുന്നത് എന്താ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എല്ലായിടത്തും എൻ്റെ സാക്ഷികളാകും, ബീയിങ് എ വിറ്റ്നസ് എന്നാണ് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന്, പോയി സാക്ഷ്യം പറയുക. മറ്റേതെന്താ? നിങ്ങൾ തന്നെ സാക്ഷികളാകണം. എന്താ തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് പോയി കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നും കർത്താവ് മടങ്ങി വരുമെന്നും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണമെന്നും കർത്താവിൻ്റെ ആ സ്വഭാവത്തിന് അനുരൂപമായി ജീവിക്കണമെന്നും ഒക്കെ നമുക്ക് ആ സാക്ഷ്യം നമുക്ക് പ്രസ്താവിക്കാം. കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് പ്രസ്താവിക്കാം. പക്ഷെ കർത്താവിനെ കുറിച്ചുള്ള ആ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോഴും നമ്മുടെ ജീവിതം ചിലപ്പോഴെന്തായിരുന്നു വരികയില്ല, ആ സാക്ഷ്യത്തിന് ഒപ്പമായി എന്ന് വരികയില്ല. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ
സാക്ഷിയായി എന്ന് വരികയില്ല. ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ഇത് വളരെ നമുക്ക് കാണാൻ കഴിയും. പലരും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകും. ഞാൻ അവിടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ പോയി, നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പോയിട്ട് വന്നു എന്നൊക്കെ പറയും. ഈ വിലയേറിയ ദാസൻ അവിടെ പോയി കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ, ഈ ദാസനെ കാണുമ്പോൾ, ഈ സാക്ഷ്യം പ്രസ്താവിച്ച ആ ദൈവദാസൻ തൻ്റെ പെരുമാറ്റത്തില്, തൻ്റെ മനോഭാവത്തില്, തൻ്റെ ജീവിതത്തില് എക്സാക്റ്റായിട്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് താനായിരുന്നു എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിനാണ്, ബീയിങ് എ വിറ്റ്നസ് എന്നുള്ളതിനാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പ്രാധാന്യമുള്ളത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, പോയി സാക്ഷ്യം പറയുന്നത് താരതമ്യേന എളുപ്പമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:8 ഊന്നൽ എന്താ? നമ്മൾ സാക്ഷ്യം പോയി പറഞ്ഞില്ലെങ്കിൽ പോലും, അക്ഷരാർത്ഥത്തിൽ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തായിരിക്കണം? നമ്മള് ഭൂമിയുടെ അറ്റത്തോളം നമ്മളെ കണ്ടാൽ നമ്മള് കർത്താവിൻ്റെ സാക്ഷികളാണ്, കർത്താവിനെ വിറ്റ്നസ് ആണ്. നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ പെരുമാറ്റം കണ്ടാൽ, നമ്മുടെ മനോഭാവം, ഇതൊക്കെയും കർത്താവിന് പ്രതിദാനം ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ സാക്ഷികളാണ് നമ്മൾ. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്. തീർച്ചയായിട്ടും പോയി സാക്ഷ്യം പ്രസ്താവിക്കുന്നതിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. നോർത്ത് ഇന്ത്യ പോകണം, എല്ലായിടത്തും പോകണം. അതിന് വിളിയുള്ളവരും അതിനായിട്ട് ആ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ലഭിച്ചവരും പോയി സാക്ഷ്യങ്ങൾ പറയണം. അത് തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാലേ മറ്റുള്ളവർ കേൾക്കുകയുള്ളൂ. അത് ശരിയാണ്. മർക്കോസിന്റെ സുവിശേഷം 16:15 അതാണ് പറയുന്നത്. നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. എൻ്റെ ഒരു വിറ്റ്നസ് ആയിട്ട് നിങ്ങൾ, ബിയറിങ് മൈ വിറ്റ്നസ്, എൻ്റെ സാക്ഷ്യം നിങ്ങൾ അവിടെ പോയി വഹിക്കണം. എന്നെക്കുറിച്ച് അവിടെ പോയി പറയണം. പക്ഷേ എന്നെക്കുറിച്ച് അവിടെ പോയി പറയണം എന്നല്ല അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും, യെരുശലേമിലാകട്ടെ, അതല്ല യഹൂദയിലാകട്ടെ, നിങ്ങൾ ശമര്യയിലായി ഇപ്പൊ താമസിക്കുന്നതെന്നിരിക്കട്ടെ, അതല്ലാതെ ഭൂമിയുടെ ഒരു കോണില്, ഇന്ത്യയുടെ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിൽ കുടമാളൂർ എന്നൊരു സ്ഥലത്താണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഭൂമിയുടെ ഒരറ്റം പോലെ നമുക്ക് തോന്നും. അങ്ങനെയുള്ളിടത്തായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ കാണുന്നവർ എന്ത് മനസ്സിലാക്കണം? ഇതാ ഇവൻ ക്രിസ്തുവിന്റെ, അവന്റെ ജീവിതം കൊണ്ട് ഒരു വിറ്റ്നസ് ആണ്, ബീയിങ് എ വിറ്റ്നസ്, കർത്താവിന്റെ ഒരു സാക്ഷിയാണ്. ഇതാണ് പറഞ്ഞത്. അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് മറ്റൊന്നിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് പലരും സാക്ഷ്യം പോയി പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നത്, ഈ കാര്യത്തിനാണ് ഊന്നൽ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:8 ഊന്നൽ എന്താ? നിങ്ങൾ എവിടാണെങ്കിലും, നിങ്ങൾ വാക്കുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ടുള്ള പ്രതികരണം, ഇതൊക്കെ ആളുകൾക്കൊരു ബോധ്യം കൊടുക്കണം. എന്താ? ഇവൻ ആരാ? ഇവൾ ആരാണ്? ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയാണ്. അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു സാക്ഷിയാണ് എന്നുള്ള നിലയിലായിരിക്കണം എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1:8. നിങ്ങൾ ഈ നിലയിൽ ഈ വാക്യം ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും മർക്കോസിന്റെ സുവിശേഷം 16:15 പോയി സാക്ഷ്യം പറയണം എന്നുള്ളതിന് തുല്യമായ അതുപോലെ ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാ പലരും കരുതുന്നത്. പക്ഷേ അടിസ്ഥാനപരമായുള്ള വ്യത്യാസം, ഞാനത് പിന്നെയും ഊന്നി പറയുന്നത് വ്യക്തമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യം വ്യക്തമാകാൻ വേണ്ടിയാണ്. കർത്താവ് ഈ ലോകത്ത് നിന്ന് നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്യം എന്താ? അവസാനം പറഞ്ഞത്, നിങ്ങൾ യഹൂദയിലാകട്ടെ,
യെരുശലേമിലാകട്ടെ, ശമര്യയിലാകട്ടെ, ഭൂമിയുടെ ഏതറ്റത്താണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് ആയിരിക്കട്ടെ, അവിടെ നിങ്ങളൊന്നും പറയുന്നില്ല എന്ന് ഇരിക്കട്ടെ, എങ്കിൽ പോലും നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങളുടെ മനോഭാവത്തിൽ, നിങ്ങളുടെ കാര്യങ്ങളോടുള്ള പ്രതികരണത്തിൽ ഒക്കെ എൻ്റെ സാക്ഷിയായിരിക്കണം, എൻ്റെ ഒരു വിറ്റ്നസ് ആയിരിക്കണം, എന്നെ പോലെ ആയിരിക്കണം എൻ്റെ ആ വിറ്റ്നസ് പെരുമാറേണ്ടത്. അതിനായിട്ടാണ് നിങ്ങളെ ഞാൻ വിടുന്നത് എന്നാണ് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞ ഈ വാക്യം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം ഗൗരവമായിട്ടെടുത്താൽ ഇത് നമ്മളെ സത്യത്തിൽ ഇതെങ്ങനെ കഴിയും? ഇതെങ്ങനെയാ കഴിയുന്നത്? കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് എളുപ്പം അല്ലേ? പ്രിയമുള്ളവര്, ഇന്നലെ ഇവിടെ ഒരു മൈക്ക്, ഇവിടെ ഒരു കുറച്ചു നാൾ കൂടി ഒരു മൈക്ക് ഇവിടെ നന്നാക്കി വന്നപ്പോൾ ഒരു സഹോദരൻ എഴുതിലേ വന്നു. സഹോദരൻ വന്നപ്പോൾ ആ മൈക്ക് ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ നിന്നൊരു ഈ കോമ്പൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് തൻ്റെ അനുഭവവും ഒരു പ്രസംഗവും അങ്ങ് നടത്തി. നല്ലതായിരുന്നു. ഞാനിവിടെ കസേരയൊക്കെ ഇടാൻ നിന്നപ്പോൾ നല്ലൊരു അദ്ദേഹത്തിന്റെ സാക്ഷ്യവും പ്രസംഗവും ഒക്കെ നടത്തി. മൈക്ക് ശരിയാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒരു സാക്ഷ്യവും പ്രസംഗം നടത്തിയതാ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെയോ ഈ കവലയിലോ മറ്റൊരിടത്തോ പോയി ഈ കാര്യം പറയുന്നത്, 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നസ്രയനായിട്ട് കഴിഞ്ഞത് ഒക്കെ നിങ്ങൾ അറിയാമല്ലോ. ബേത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ വന്നു, ഇത്ര നാളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ക്രൂശിക്കപ്പെട്ടു, ഈ ചരിത്രമെല്ലാം പറഞ്ഞു. അത് പറയുന്നത് താരതമ്യേന എളുപ്പമാണ്. അത് പറഞ്ഞേച്ച് നമ്മൾ എങ്ങോട്ടാ ചെല്ലുന്നത്? നമ്മുടെ വീട്ടിലോട്ട് തന്നെയാ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ 25 കൊല്ലമായിട്ട് നമ്മുടെ കൂടെയുള്ള സഹോദരി തന്നെ. അവളുടെ എല്ലാ പ്രത്യേകതകളോടും കൂടെ അവൾ ചിലത് പെരുമാറുക. ഈ സഹോദരിയുടെ അടുത്തും ഈ കുഞ്ഞുങ്ങളുടെ അടുത്തും ഈ അയൽക്കാരുടെ അടുത്തും അല്ലെങ്കിൽ ഓഫീസിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും ഒക്കെ യേശുവിന്റെ സാക്ഷിയാകാൻ കഴിയുമോ? അവിടെ സാക്ഷ്യം പറയുന്നു എന്നുള്ളതല്ല, യേശുവിന്റെ സാക്ഷിയാകാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നോക്കുക, സാക്ഷ്യം പോയി പറയുന്നതിനേക്കാളും തീർച്ചയായിട്ടും പ്രയാസമാണ് സാക്ഷിയായിരിക്കുക. അതും ദൈവം നോക്കുമ്പോ, ദൈവം നമ്മളെക്കുറിച്ച് അവന്റെ സാക്ഷിയാണ് എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം, പെരുമാറ്റത്തിലൊക്കെ ആ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കണം, കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവ് അവസാനത്തെ കൽപ്പനയില് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഇവിടെ കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ വേറൊരാളല്ല, യേശുവിന്റെ സാക്ഷിയാ, യേശുവിനെ പ്രതിദാനം ചെയ്യുന്ന ആളാ. യേശുവിനെ പോലെ ആയിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം. അങ്ങനെ ആകുന്നുണ്ടോ? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ പല വാക്യങ്ങളും നമ്മൾ വേഗത്തിൽ വായിച്ചു പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയില്ല. നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള 1 യോഹന്നാൻ 3:3 എന്താ? അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കണം. തന്നെത്താൻ നിർമ്മലീകരിക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നേ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിർമ്മലീകരിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ആരെ? കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിരിക്കുമ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്രയും നിർമ്മലരാകാനായിട്ട് കഴിയുമോ? നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടോ? പക്ഷെ നമ്മളോട് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതെങ്ങനെ കഴിയും? നമ്മൾ സത്യസന്ധരാണെങ്കിൽ അയ്യോ ഇതൊക്കെ എങ്ങനെ കഴിയും എന്നൊരു വലിയ നിലവിളി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയല്ലേ? എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. 1 യോഹന്നാൻ 5:18 നോക്കുക. 5:18 പറയുന്നത്, അവനിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവന് ആരും പാപം ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ മക്കളാ, പക്ഷെ അവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ അയ്യോ അങ്ങനാണോ? നമ്മുടെ സ്ഥിതി അതാണോ? നമ്മൾ സത്യസന്ധതയോടെ
നമ്മുടെ ജീവിതത്തെ ദൈവവചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താ ഉള്ളത്? പലപ്പോഴും ഇതെങ്ങനെ കഴിയും? എന്റെ ജീവിതത്തിൽ ഇപ്പോഴും അത് വേണ്ടതുപോലെ ആയിട്ടില്ലല്ലോ. ദൈവിക നിലവാരം എത്ര വലുതാണ്, അതിനെത്ര താഴെയാണ് ഞാൻ എന്നല്ലേ കണ്ടെത്താനായിട്ട് കഴിയുക. ആട്ടെ, ഈ കാര്യം എങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കും? സാധിക്കുകയില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറയുമായിരുന്നു? ഇതൊന്നും ആരെ കൊണ്ട് നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊന്നും ജീവിക്കാൻ മെനക്കെടണ്ട എന്നുള്ളതായിരിക്കരുത് നമ്മുടെ മനോഭാവം. നമ്മൾ എന്തായിരിക്കണം? ദൈവം ഇത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ ഭൂലോകം എങ്ങും പോയി കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒഴികഴിവില്ല. നമുക്കിതെങ്ങനെയും നേടണം. ആട്ടെ, ഇതെങ്ങനെ നേടും? ഈ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ ഒരു സംഭവം നമുക്ക് നോക്കാം. മറിയയുടെ അനുഭവമാണ്. മറിയ എന്ന് വെച്ചാൽ പല മറിയമാരെ നമുക്കറിയാമെങ്കിലും കർത്താവിന്റെ അമ്മയായ മറിയ, ആ മറിയയുടെ ഒരു അനുഭവം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള ആ പാരഗ്രാഫ് നോക്കുക. അവിടെ നമ്മൾ കാണുന്നത്, അവിടുത്തെ സംഭവം നമുക്കറിയാം. ഈ മറിയയെ എന്തായിരുന്നു? ജോസഫ് എന്നൊരുവനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ ഒരു ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് മറിയോട് പറയുന്നു, എന്താ പറയുന്നത്? കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. മറിയ ആകെ അത്ഭുതപ്പെട്ടു. അയ്യോ, ഇതെന്തോ വന്ദനം? കൃപ ലഭിച്ചവളോ? ഞാനോ? എന്തൊരു വന്ദനം എന്നവള് പരിഭ്രമിച്ചു. വാക്ക് കേട്ടിട്ട് പരിഭ്രമിച്ചു എന്നാണ് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. എന്നിട്ട് പക്ഷെ ദൂതൻ തുടർന്ന് പറയുകയാണ്. 30, 31, 32 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അവിടെ എന്താ പറയുന്നത്? അവിടെ ദൂതൻ പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. ആരാണ് മറിയ? മറിയ കന്യകയാണ്. കന്യകയായ ഈ മറിയയോട് ദൈവദൂതൻ പ്രത്യക്ഷമായി പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നൊക്കെ ദൂതൻ അങ്ങ് ഈ വരാൻ പോകുന്ന യേശുവിനെ കുറിച്ച് അങ്ങ് വളരെ താല്പര്യത്തോടെ പറയുക. ഇതൊക്കെ പറയുമ്പോഴും മറിയ അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്താ മറിയയുടെ അത്ഭുതം? എന്താ മറിയയുടെ അത്ഭുതം? അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവൾ വ്യക്തമാക്കുന്നുണ്ട്. മറിയ ദൂതനോട്, മറിയ ഇതെല്ലാം കേട്ടിട്ട് ദൂതനോട് പറയുക, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തില് ഞാൻ ഇപ്പോഴും കന്യകയായിട്ട് നിൽക്കുമ്പോ ഈ കന്യക എങ്ങനെയാണ് ആ നിലയില് ഒരു പുരുഷനെ അറിയാതെ അവള് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോസിബിൾ ആയ കാര്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നിടത്തോളം മെഡിക്കൽ സയൻസ് അനുസരിച്ച് അസാധ്യമായ ഒരു കാര്യം. പുരുഷ സംസർഗമില്ലാതെ എങ്ങനെ ഈ കന്യകയായ മറിയ ഒരു കുഞ്ഞിന്, യേശുവിന് ജന്മം നൽകും? അവള് പെട്ടെന്ന് ആ കാര്യം ദൂതനോട് ചോദിക്കുന്നു. അപ്പോഴാണ് ദൂതൻ, അതിനെ തുടർന്നാണ് ദൂതൻ പറയുന്നു, അതിന്റെ 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവദൂതൻ എന്ന് വിളിക്കപ്പെടും. ദൂതനും പറയുന്നു, നീന്റെ അത്ഭുതം ശരിയാ. എന്താ? ആ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിച്ചാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ദൂതൻ പറയുകയാണ്, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാന് ഒരു പുരുഷനെ അറിയായിയാൽ എങ്ങനെ ആ നിലയില് ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് നീ ചോദിച്ചത് ശരിയാണ്. പക്ഷേ ആ അസാധ്യമായ കാര്യത്തിന് ഒരു പോംവഴി ആര് തരും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിന്റെ ഫലമായിട്ട് ഈ അസാധ്യമെന്ന് നിനക്ക് തോന്നിയ ഈ കാര്യം
സംഭവിക്കും എന്നാണ് ദൂതൻ പറയുന്നത്. നോക്കുക, അപ്പോ ഈ നിലയില് നമുക്ക് അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും അതിനു മുമ്പും ഒക്കെ ലോകത്തിന് ഒരു അസാധ്യമായ കാര്യമായിട്ട് കരുതിയിരുന്നത്, ഒരു കന്യകയ്ക്ക് എങ്ങനെ പ്രസവിക്കാൻ കഴിയും, ഒരു കന്യകയ്ക്ക് ഒരു കുഞ്ഞിന് എങ്ങനെ ജന്മം നൽകാൻ കഴിയും, ആ കാര്യത്തിൽ ഇതാ അതിനുള്ള ഒരു മറുപടി, അസാധ്യമായ കാര്യം ആരിലൂടെയാണ് നിറവേറുന്നത് എന്നാണ് ദൂതൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് ഈ കാര്യത്തിന്റെ മറുപടി. നമുക്കൊരു പിടികിട്ടാത്ത ഒരു കാര്യം പോലെ നിന്നു. എങ്ങനെ 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 ഹൗ? മറുപടി എന്താ? പരിശുദ്ധാത്മാവ്. നമ്മള് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് ദൂതൻ പോയിട്ട് ഈ പറഞ്ഞതുപോലെ ആ ജോസഫിനോട് സംസാരിക്കുമ്പോഴും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. നിനക്ക് വിവാഹ നിശ്ചയം ചെയ്ത ആ പെൺകുട്ടി, അവള് ആ നിലയില് അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ മറുപടി എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തോട് ചേർത്ത് ചിന്തിച്ചാലോ, നമ്മൾ എന്ത് പറഞ്ഞ മറിയയുടെ ഈ അനുഭവത്തിലേക്ക് പോയത്? മറിയയുടെ അനുഭവത്തിലേക്ക് പോയത് എന്ത് പറഞ്ഞ? ഭൂലോകത്തിന്റെ അറ്റത്ത് പോയി ക്രിസ്തുവിന്റെ സാക്ഷിയായിരിക്കുക, ക്രിസ്തുവിനെ പോലെ ആയിരിക്കുക, ക്രിസ്തു പെരുമാറുന്നത് പോലെ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ഏതെല്ലാം വാക്യങ്ങളാ പല സ്റ്റാൻഡേർഡ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? നമ്മള് കർത്താവിന്റെ ആ നിലയില് മത്തായി 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗത്തിലൊക്കെ മോഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്ഭുതപ്പെടും. അത് സാധ്യമാണോ? അസാധ്യമായ ഒരു കാര്യം പോലെ തോന്നും. കയ്പില്ലാതെ മറ്റുള്ള ആളുകളോട്, സഹവിശ്വാസികളോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഒരു കയ്പുമില്ലാതെ ജീവിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നടക്കുമോ ഇത്? നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്കണ്ഠപ്പെടാതെ എങ്ങനെയാ ജീവിക്കാൻ ഒക്കുന്നത്? ഉത്കണ്ഠപ്പെടാതെ ജീവിക്കാൻ ഒക്കുന്നത് എങ്ങനാ? എപ്പോഴും കൊള്ളാം ഒരു വാക്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അല്പമേ ഉള്ളൂ, വേഗം പഠിക്കാവുന്ന വാക്യം. എന്തോ വാക്യം? എപ്പോഴും സന്തോഷിപ്പീൻ. പഠിക്കാൻ എളുപ്പമാ, അത് പ്രായോഗികമാക്കാനും. സന്തോഷിക്കാം. ഒരു കറണ്ട് പോയാ സന്തോഷം പോയി. ഇനി എത്ര നേരം? ഈ പുള്ളികളായി ഇരിക്കുന്നതല്ലേ. നമ്മൾ സത്യസന്ധരായിട്ടാണെങ്കിൽ ഇതല്ലേ. എപ്പോഴും സന്തോഷിപ്പി, ഇടവിടാതെ പ്രാർത്ഥിപ്പി. വല്ലോ നടക്കുന്ന കാര്യമാണ്. അപ്പോ അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്. ഈ അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുക, ആ കർത്താവിൻ്റെ സാക്ഷിയാകണം. വിറ്റ്നസ്. ആ കർത്താവിൻ്റെ വിറ്റ്നസ്സായി നമ്മൾ ജീവിതത്തിൻ്റെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ കഴിയും? ഇത് പറഞ്ഞാണ് നമ്മള് മറിയയുടെ അനുഭവത്തിലേക്ക് ചെന്നത്. എന്താ? മറിയയ്ക്കും അസാധ്യമായ ഒരു കാര്യമായിരുന്നു ഉണ്ടായത്. ഒരു കുഞ്ഞിന് ജന്മം നൽകണം. എങ്ങനെ കഴിയും? മറുപടി എന്താണെന്നാണ് നമ്മൾ കണ്ടത്? പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് മറുപടി. നമ്മൾ പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8 നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വന്നാലോ, അവിടെയും നമ്മൾ കാണുന്നത് എന്താ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോ നമ്മളെ കർത്താവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ, അവൻ്റെ ഒരു വിറ്റ്നസ് ആകണമെങ്കിൽ നമ്മളെ കൊണ്ട് ഒക്കുകയില്ല എന്ന് നമ്മൾ കണ്ടു. മറിയ കണ്ടു, തന്നെ കൊണ്ട് ഈ ദൂതൻ പറയുന്നത് സാധ്യമാവുകയില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു കന്യക എന്നുള്ള നിലയിൽ തനിക്ക് കഴിയുകയില്ല എന്ന് കണ്ടു. പക്ഷെ അതിന്റെ മറുപടി, അതിന്റെ ഉത്തരം എന്താ? ദൈവദൂതൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ്. ഉത്തരം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും.
പ്രിയ സഹോദര സഹോദരി, നമ്മള് കർത്താവിന്റെ സാക്ഷിയാകാൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മളായിരിക്കുന്ന ഇടത്ത്, നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവിന്റെ സാക്ഷിയാകാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു നിലയിൽ അവന്റെ ഒരു ബീയിങ് എ വിറ്റ്നസ്, അവന്റെ ഒരു സാക്ഷിയായി ഉള്ളിൽ നിന്ന് തന്നെ, അല്ലാതെ പുറമേ പറയുന്നതല്ല, പുറമേ കാണിക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് തന്നെ ബീയിങ് എ വിറ്റ്നസ്, അതായിരിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ മറുപടി എന്താ? നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് അസാധ്യമാണ്. പക്ഷെ അതിനുള്ള മറുപടി പരിശുദ്ധാത്മാവ്. കണ്ടോ, മറിയോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമുക്കും ഉത്തരമായിട്ട് പറയുന്നത്. എന്താ? പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് അത് കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ലഭിക്കും. ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വരട്ടെ. എന്തുകൊണ്ടാ ഈ കാര്യം ആഴത്തിൽ വരട്ടെ എന്ന് നമ്മൾ ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും നമ്മുടേതുപോലുള്ള സ്വഭാവയില് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുക, ഇതാണ് നമ്മൾ മിക്ക മീറ്റിങ്ങിലും നമ്മുടെ സന്ദേശങ്ങൾ പല നിലയിൽ, ഒന്നിൽ സാക്ഷ്യമായിട്ടോ പ്രസംഗമായിട്ടോ ഒക്കെ ഈ കാര്യമാണ് വരുന്നത്. നമ്മുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കുക, അതിന് ഊന്നൽ ഈ ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പല ക്രിസ്തീയ ഗ്രൂപ്പുകളും ഈ കാര്യം അത്രത്തോളം പറയുന്നില്ല. അവരിൽ പലരും പോയി കർത്താവിന്റെ സാക്ഷ്യം പോയി പറയുന്നതിനെ കുറിച്ചാണ്, അതിനാണ് ഊന്നൽ. എന്നാൽ നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ സാക്ഷിയാകുക, അവനെ പോലെ ആവുക, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, അവനെ പോലെ എന്ന് പറയുമ്പോ ആ കാര്യം എങ്ങനെ കഴിയുമ്പോ ഇവിടെ അതിന്റെ മറുപടി പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. മറിയ ചോദിച്ചു, ഇതെങ്ങനെ കഴിയും? അതിന് ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ്, അതാണ് ഇതിനുള്ള ഉത്തരം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്? അതില്ലാത്തതല്ലേ നമുക്ക് പലതിനും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കഴിയാത്തത്. ഇത്രയും നാളുകളായിട്ടും പലരെക്കുറിച്ചും ചിന്തിക്കുമ്പം ഒരു കയ്പാണോ മനസ്സിലുള്ളത്? ഒരു കയ്പ്. ആ ആളിനെ കണ്ടപ്പം കയ്പാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാതെ വിധിച്ചു പോവുകയാണ്. അതങ്ങനെ ഇങ്ങനെ, ഈ ആൾ ഇങ്ങനാണ് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. നമുക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. കയ്പുണ്ടാകരുത്. മറ്റൊരാളെ വിധിക്കണ്ട. നമുക്ക് മറ്റൊരാളോട്, മറ്റൊരു സഹോദരി വേറൊരു സഹോദരിയോട് ഒരു അസൂയ, അത് നമുക്ക് അനുവദിച്ചിട്ടില്ല. അപ്പൊ അസൂയപ്പെടരുത്, കയ്പരുത്, പകയരുത്, ആ നിലയില് ഒരു നിലയിൽ മറ്റുള്ളവരെ വിധിക്കുകയൊന്നും ചെയ്യരുത് എന്നെല്ലാം ദൈവവചനം പറയുമ്പോൾ അങ്ങനെ അതിനൊപ്പം ജീവിച്ചാലേ യേശുവിന്റെ സാക്ഷിയാവുകയുള്ളൂ. ഒക്കുമെങ്കിൽ സാക്ഷിയാകാനല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എന്ത് വേണം? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, ഒത്താ ചെയ്യാം എന്നില്ല. അപ്പൊ ഈ കർത്താവിന്റെ അന്ത്യവചനത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുത്താൽ, അയ്യോ ഇതെങ്ങനെ കഴിയും? സത്യസന്ധരാണെങ്കിൽ നമ്മിൽ അങ്ങനെ ഒരു നിലവിളി ഉണ്ടാകും. അതിനെ തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോ അതിന്റെ മറുപടി ആരിലൂടെ കിട്ടും? അതിനുള്ള ശക്തി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? കയ്പില്ലാതെ ജീവിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടും? പകയില്ലാതെ ജീവിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടും? അസൂയയില്ലാതെ ജീവിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടും? കൊച്ചു ഈ വിശുദ്ധന്മാരുടെ പാപങ്ങൾ എന്നൊരു പട്ടികയുണ്ട്. എന്ന് വെച്ചാൽ കൊലപാതകം, വ്യഭിചാരം, മോഷണം, ഇതൊക്കെ ആരുടെയാ? സെൻട്രൽ ജയിലിലൊക്കെ കിടക്കുന്നവരുടെ പാപങ്ങള്. എന്നാൽ വിശുദ്ധന്മാരുടെ പാപങ്ങൾ, വിശുദ്ധ പാപം എന്ന് ക്രിസ്തീയ ലോകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ? വലിയ കൺവെൻഷൻ പ്രസംഗകനൊക്കെയാ, പക്ഷെ കൂടെ പ്രസംഗിക്കുന്ന മറ്റേ ആളെ കുറിച്ച് എന്താ? ഒരു അസൂയ. അയാൾ കയറി അങ്ങനെ. നമുക്കത് അങ്ങനെ അനുവദിക്കാൻ ഒക്കുമോ?
പക്ഷെ വിശുദ്ധന്മാരെന്ന് പറയുന്ന പലരെയും നമ്മൾ അടുത്തിടപെടുമ്പോ ഇതില്ലേ? വിശുദ്ധന്മാരെ തേടി വേറെങ്ങും പോകണ്ട. നമ്മുടെ തന്നെ മനസ്സിലോട്ട് നമ്മളെന്താ കുടമാളൂരുള്ള വിശുദ്ധന്മാരെ എന്നാണല്ലോ നമ്മളെ ദൈവം അഭിസംബോധന ചെയ്തേക്കുന്നത്. കൊരിന്തിലെ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞേക്കുന്നത് പോലെ. അതെ, നമ്മള് എങ്ങനെയാണ് നമ്മള് സ്ഥാനീയമായിട്ട് നമ്മളെ വിശുദ്ധരാണ്, ഓഫ് കോഴ്സ്. പക്ഷെ ആ സ്ഥാനീയമായ വിശുദ്ധി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കാണിക്കണം. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധന്മാരുടെ ചില പാപങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരുന്നില്ലേ? ഇതിൽ നിന്ന് മോചനം വേണ്ടേ? കർത്താവിന്റെ മുമ്പിൽ ചെന്ന് ഒടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിന് എന്ത് മറുപടി പറയും? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ മോചനം എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അന്വേഷണം. മറിയ താൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും, ഈ അസാധ്യമായ കാര്യം എങ്ങനെ നടക്കും എന്ന് ചോദിച്ചതുപോലെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ ചോദിക്കും, എങ്ങനെ നമുക്കിത് കഴിയും? മറിയയ്ക്ക് കിട്ടിയ മറുപടി തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 1:8 നമുക്കും തന്നിട്ടുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്കിത് കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം ഈ കാര്യം പറഞ്ഞത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന. നമ്മൾ തീർച്ചയായിട്ടും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോ എന്തുണ്ട്? നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരാൾക്കും കർത്താവിനെ ആ നിലയില് യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയയില്ല. 1 കൊരിന്ത്യർ 12:3 ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരാൾക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. 1 കൊരിന്ത്യർ 12:3 പ്രിയപ്പെട്ടവരെ, യേശുവിനെ കർത്താവ് ലോർഡ് എന്ന് നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ്. കർത്താവിനെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോ നമ്മൾ എന്തുണ്ടായി? നമ്മൾ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് പരിശുദ്ധാത്മാവിലാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ എന്നിട്ടും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടായിട്ടും നമുക്ക് ഈ ദൈവവചനം ആവശ്യപ്പെടുന്ന നിലവാരം നമുക്ക് കൈയാളാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാ കുഴപ്പം? പരിശുദ്ധാത്മാവ് അല്ലാതെ വേറെ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. മറിയോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ നിഴലിടും. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിക്കും. വേറൊരു സാധ്യതയില്ല. അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ തന്നെ വർദ്ധമാനമായ ഒരു അനുഭവം, കൂടിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ഹെൽപ്പറാണ്. പരിശുദ്ധാത്മാവ് സഹായിയാണല്ലോ. നമ്മളെ കൊണ്ട് ഈ കാര്യം പറ്റുന്നില്ല. ഈ നിലയിൽ ജീവിക്കാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. ആരുണ്ട്? സഹായിയുണ്ട്. അപ്പോൾ നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ സഹായി വന്നല്ലോ. പക്ഷെ അത് ശരിയാണ്. ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഉള്ളിൽ വന്നു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ വർദ്ധമാനമായ ഒരു അനുഭവം, ഒരളവ് നമ്മൾ പ്രാപിക്കണം. ഇതെന്തിനു വേണ്ടിയാ? ഇതെന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പില് ഞാനും പരിശുദ്ധാത്മാഭിഷേകം ഉള്ള ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി, ആളുകളുടെയൊക്കെ കയ്യടി കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടിയോ ഒക്കെയാണോ? അല്ല. നമുക്കൊരു അത്ഭുതവും കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട. ആകെ കാണിക്കേണ്ട അത്ഭുതം എവിടെ നടന്നാൽ മതി? നമ്മിൽ തന്നെ നടന്നാൽ മതി. നമ്മിൽ തന്നെ ഈ അസാധ്യമായുള്ള കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്തു തന്നാ മതി. അതിനു വേണ്ടിയാണ് നമ്മൾ എന്തിനെ അന്വേഷിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവത്തെ, കൂടിയ അളവിലുള്ള ഒരു അനുഭവത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതും വാഞ്ചിക്കുന്നതും അല്ലെങ്കിൽ അതിനായിട്ട് ചോദിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഇങ്ങനെ സംക്ഷേപിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന
പല നിലയിലും സൂക്ഷ്മമായ അർത്ഥത്തിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോ അത് നമ്മളെ ഒരു നിലവിളിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അത് നമ്മളെ ഒരു അന്വേഷണത്തിലേക്ക് നടത്തണം. എങ്ങനെ എനിക്കിത് കഴിയും? എങ്ങനെ കഴിയും? അത് നമ്മൾ ദൈവവചനത്തിൽ മുഴുവൻ പരതുമ്പോഴും അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ: ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പം നമ്മുടെ ചോദ്യം, രക്ഷിക്കപ്പെട്ടപ്പോ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. ഓക്കെ, ഉണ്ട്. പക്ഷേ അത് പോരാ. ഈ പ്രത്യേക കാര്യത്തിന് നിന്നെ സഹായിക്കാൻ ആ നിലയിലുള്ള ഒരു ശക്തിയായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനായിട്ട് നീ അന്വേഷിക്കുക. അത് അല്ലാതെ വേറൊരു സാധ്യത കാണുന്നില്ല എന്നാണ് ഈ ദൈവവചനത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ച ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതാ. അല്ലെങ്കിൽ നമുക്കെല്ലാം സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതാ. ഈ നമ്മളെ കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച അളവ് പ്രാപിച്ച് ഈ പാപത്തിന്റെ മേൽ, കൊച്ചു പാപം അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പാപം എന്ന് നമ്മൾ മുമ്പേ പേരിട്ട് പറഞ്ഞ ഈ കാര്യങ്ങളുടെ മേൽ ഒരു വിജയം നേടാൻ എന്തിനാ ദൈവം പറഞ്ഞേക്കുന്നത്? ദൈവത്തിന് അല്ലാതെ ഈ കാര്യം അങ്ങ് ചെയ്യരുതായിരുന്നു. അല്ലാതെ ഒരു അത്ഭുതം പോലെ നമ്മള് അതിലെ നടക്കുമ്പോൾ രാത്രിയില് ഒരു വലിയൊരു ശബ്ദം കേൾക്കുക: മകനെ, മകളെ, നിനക്ക് പ്രത്യേക ശക്തി തന്നിരിക്കുന്നു. ഇനി മുതൽ നീ എന്ത് ചെയ്യുകയില്ല, ഒരാളെ കുറിച്ചും കൈപ്പോടെ വിചാരിക്കുകയില്ല, ഒരു അസൂയ നിനക്ക് വരികയില്ല, മറ്റൊരാളെ വിധിക്കുകയില്ല. ഇതിൽ നിന്നെല്ലാം നിന്നെ ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് ഇപ്പോ നടത്തിയിരിക്കുന്നു. പെട്ടെന്ന് ഒരു കുല്യാൻ പോലെ ഒരു മിന്നൽ വന്നു. അങ്ങനെ പോരായിരുന്നു. ഇത് നമ്മളെ കൂടെ എന്തിനാ ഇതിൻ്റെ അകത്ത് പെടുത്തിയത്? പിന്നെ ഈ മറിയയുടെ അനുഭവത്തിലേക്ക് വരിക. യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണം. പിതാവായ ദൈവത്തിന് യേശുവിനെ ഈ ലോകത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നാൽ പോരായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് യേശു എവിടെയെങ്കിലും ആ നിലയിൽ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നു, ഒരു കുഞ്ഞായിട്ട് വന്നു, മറിയെ എടുത്ത് വളർത്തി. അങ്ങനെ പോരായിരുന്നു. അല്ലാതെ മറിയെ പ്രസവിക്കേണ്ട കാര്യം എന്തായിരുന്നു? മറിയയുടെ ഉദരത്തിൽ വളരേണ്ട കാര്യം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയിലേക്ക് വിരല് ചൂണ്ടുന്നു. എന്താ? ദൈവത്തിന് അസാധ്യമായ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ തന്നെ മനുഷ്യരായ നമ്മളുടെ ആരുടെയെങ്കിലും ഒരു പങ്കാളിത്തം ദൈവത്തിന് വേണം. യേശുവിനെ ഭൂമിയിൽ കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പക്ഷേ മറിയയുടെ ഉദരം അതിന് വേണം. മറിയയുടെ ഒരു പങ്കാളിത്തം കൂടെ വേണം. മറിയയുടെ ഉദരത്തിലേ ജനിക്കുകയുള്ളൂ. ഇത് ദൈവത്തിന്റെ ഒരു രീതിയാണ്, ദൈവത്തിന്റെ രീതിയാണ്. അവിടുന്ന് പലപ്പോഴും നമ്മുടെ ഒരു ഭാഗം കൂടെ, നമ്മുടെ ഒരു പങ്കാളിത്തം കൂടെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനെ കുറിച്ചൊരു ദൈവദാസൻ ഈയിടെ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് തൻ്റെ കളിയിലൊക്കെ നമ്മളെ കൂടെ കൂട്ടുകളിക്കാരാക്കണം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഒരു പങ്കാളിത്തം വേണം. ദൈവത്തിന് തീർച്ചയായിട്ടും നമ്മുടെ പങ്കാളിത്തം ഇല്ലാതെ തന്നെ അത്ഭുതം ചെയ്യാനൊക്കും. പക്ഷേ ദൈവത്തിന്റെ ഒരു പ്രവർത്തന രീതി എന്താ? അതിൽ നമ്മളെ കൂടെ ഒരു കൂട്ടുകളിക്കാരാക്കണം. യേശുവിനെ ഭൂമിയിൽ കൊണ്ടുവരണം. പക്ഷേ അത് സ്വർഗത്തുനിന്ന് പെട്ടെന്ന് നൂലെ കെട്ടി ഇറക്കി അങ്ങനെയല്ല. മറിച്ച് മറിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഉദരം അതിന് വേണം. അത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് നമ്മിലെ ഒരു അത്ഭുതം ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ, ഒരു അസൂയയിൽ നിന്നും കയ്പിൽ നിന്നും പകയിൽ നിന്നും ഒക്കെ ഒരു മോചനം ദൈവത്തിന് വേണമെങ്കിൽ പെട്ടെന്ന് തരാനൊക്കും. പക്ഷെ എന്ത് വേണം? നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. മറിയ ഇതിനെ സഹായിച്ചതുപോലെ നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനെ ആഗ്രഹിക്കണം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം നോക്കുക. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഈ ഒരു രീതി നമുക്ക് തുടർമാനം കാണാൻ കഴിയും. കർത്താവ് നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ടല്ലോ, കർത്താവ് എന്ത് ചെയ്യുക? 5 അപ്പവും 2 മീനും കൊണ്ട് ഈ ഇത്രയും പേരുടെ ആ നിലയിലുള്ള പട്ടിണി ഇല്ലാതാക്കി.
അവരുടെ വിശപ്പ് ഇല്ലാതാക്കി. പക്ഷെ വിശപ്പ് ഇല്ലാതാക്കിയത് എങ്ങനാ? 5 അപ്പവും 2 മീനും ആര് കൊണ്ടു കൊടുത്തു? ഒരു ബാലൻ കൊണ്ടു കൊടുത്തു. അപ്പോ ഈ അത്ഭുതത്തിൽ ആർക്കൊരു പങ്കാളിത്തം കൊടുത്തു? ഈ ബാലൻ ഒരു പങ്കാളിത്തം കൊടുത്തു, ഇല്ലേ? അവനെ കൂടെ ആ കാര്യത്തിൽ കൂട്ടുന്നത് നമ്മൾ കാണുന്നു. കർത്താവ് മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരെയാ? ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം. ലാസറിനെ ഉയർപ്പിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് കൂടെ ഉള്ളവരോട് പറയുന്നു, നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ ആ കല്ല് അങ്ങ് ഉരുട്ടി മാറ്റണം. എടാ, ഇതെന്നെ ഏർപ്പാടാ. മരിച്ച് 4 നാളായോനെ അവനെ ഉയർപ്പിക്കുന്നതാണോ പ്രയാസം? ഈ കല്ല് അങ്ങ് ഉരുട്ടി മാറ്റുന്നതാണോ പ്രയാസം? കല്ല് ഉരുട്ടി മാറ്റുന്നത് എളുപ്പമോ? അത് ദൈവത്തിന് ചെയ്യരുതോ? കർത്താവിന് ചെയ്യരുതോ? ഈ ലാസറെ പുറത്തു പോവാ എന്ന് പറയുന്നത് പോലെ കല്ല് മാറ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായോ? എന്താ കല്ല് ഉരുട്ടി മാറ്റാൻ ഇവരുടെയൊക്കെ സഹായം തേടിയത് എന്തിനാ? മുമ്പേ പറഞ്ഞതാ പ്രത്യേകത. കർത്താവിന് എന്തോ വേണം? നമ്മളെ കൂടെ കൂട്ടുകളിക്കാരാക്കണം. അവിടെ ഉണ്ടായിരുന്നവരുടെ പാർട്ടിസിപ്പേഷൻ കൂടെ വേണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് കല്ല് ഉരുട്ടി മാറ്റാൻ ഒക്കും. മരിച്ച് 4 നാളായവന് ജീവൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടൊക്കുകയില്ല. നിങ്ങളെ കൊണ്ടൊക്കാത്തത് ഞാൻ ചെയ്തോളാം, നിങ്ങളെ കൊണ്ടൊക്കുന്നത് നിങ്ങൾ ചെയ്തോളാം. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു ദൈവദാസൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂഥറോ അതുപോലെ വളരെ പ്രശസ്തനായ ഒരു ദേവദാസൻ പറഞ്ഞ ഒരു പ്രസിദ്ധമായ വചനമാണ്. ദൈവത്തെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് നമുക്ക് ചെയ്യാൻ ഒക്കാത്തത് ദൈവം ചെയ്തോളും. നമുക്ക് ചെയ്യാൻ ഒക്കാത്തത് ആര് ചെയ്തോളും? ദൈവം ചെയ്തോളും. പക്ഷെ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവർക്കെന്തോ ചെയ്യാൻ ഒക്കും? മരിച്ച് 4 നാളായ ആളിന് ജീവൻ കൊടുക്കാൻ ഇവർക്കാർക്കും കഴിയുകയില്ല. അതാര് ചെയ്യും? അത് യേശു ചെയ്യും. പക്ഷെ അവർക്ക് എന്തോ ചെയ്യാൻ കഴിയും? കല്ല് ഉരുട്ടി മാറ്റാൻ കഴിയും. അത് അവര് ചെയ്തോണം. അത് കഴിഞ്ഞ് ലാസർ പുറത്തു വരിക. ലാസർ മരിച്ച് 4 നാളായ ആള് ഇതാ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുമ്പോ അവിടെ യോഹന്നാന്റെ സുവിശേഷം 11:44 നോക്കുക. അവിടെ യേശു പിന്നെയും പറയുക, അവന്റെ കെട്ടഴിപ്പി. ഇവനെ എന്താ മുഖമൊക്കെ മൂടി കെട്ടിയായിരുന്നു കൊണ്ടുവച്ചത്. അവൻ ജീവൻ വെച്ച് എഴുന്നേറ്റപ്പോ ആ കെട്ടൊക്കെ ഉണ്ട്. ഈ കെട്ടഴിക്കാൻ ആരുടെ സഹായം യേശു ആവശ്യപ്പെടുന്നു? ഈ ആളുകളുടെ സഹായം ആവശ്യപ്പെടുന്നു. അതങ്ങ് പറഞ്ഞാൽ പോരായോ? ഈ മരിച്ചവനെ ഉയർപ്പിക്കുന്ന അത്രയും പ്രയാസമുള്ളതാണോ കെട്ടേ മാറുക എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കെട്ടങ്ങ് മാറുകയില്ലായിരുന്നു. കണ്ടോ, കല്ല് മാറ്റാൻ ഇവരുടെ സഹായം തേടി ഇറങ്ങി വന്ന് ജീവൻ വെച്ച് വന്ന ലാസറിന്റെ കെട്ടുകൾ അഴിപ്പാനും കർത്താവ് ഇവരോടാ പറഞ്ഞത്. പ്രിയ സഹോദര സഹോദരി, എന്റെയും നിന്റെ പങ്കാളിത്തം ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ ദൈവം ഒരു കാര്യം ചെയ്യുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന ഈ നിലവാരത്തിൽ എത്തണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. അതിനപ്പുറത്ത് അതിൻ്റെ കൂടെ ഒരു അത്ഭുതം ചെയ്യാവുന്നതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ കൊണ്ട് ചെയ്യിച്ചോളും. ആ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യാവുന്നത് ദൈവം ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. യേശുവിനെ ഭൂമിയിൽ കൊണ്ടുവരാൻ മറിയയുടെ ഒരു ഉദരം വേണം. 5000 പേര് അവരുടെ വിശപ്പ് മാറ്റാൻ ആ ബാലന്റെ പാർട്ടിസിപ്പേഷൻ വേണം. ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ കല്ലുരുട്ടി മാറ്റാനും അവന്റെ ഉറുമാലുകൾ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിപ്പാനും ആളുകളുടെ പങ്കാളിത്തം വേണം. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിലെ കൊച്ചു കയ്പുകളും, കൊച്ചെന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, അതേപോലും അതാണ് പലപ്പോഴും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ഉറങ്ങുമ്പോൾ രാവിലെയൊക്കെ ഉണരുമ്പോൾ പലപ്പോഴും ഹൃദയത്തിൽ തോന്നുന്നത് എന്താ? അയ്യോ, പലപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? ഇപ്പോഴും നീ ഇന്ന ആളോട് ഉള്ള ബന്ധം അങ്ങോട്ട് ശരിയായിട്ടുണ്ടോ? മനുഷ്യരായാലും അങ്ങനെയൊക്കെ കിടക്കും. അങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് ഒക്കുമോ? അങ്ങനെ പറയാൻ ഒക്കുകയില്ല. ഈ കാര്യങ്ങളിൽ നിന്നൊരു വിമോചനം ഉണ്ടായാലേ പറ്റുകയുള്ളൂ. കർത്താവ് അങ്ങനെയാ പറഞ്ഞേക്കുന്നത്.
അപ്പൊ ആ കാര്യത്തെ ഗൗരവമായിട്ട് എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറൊരു സഹായമില്ലാത്തവരെ പോലെ, അയ്യോ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, നിന്റെ ശക്തി എനിക്ക് വേണം, ഈ കാര്യങ്ങളിൽ ജയകരമായ ഒരു ജീവിതം എനിക്ക് വേണമെങ്കിൽ നീ എന്നെ സഹായിച്ചാലേ പറ്റുകയുള്ളൂ, വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കി, എങ്ങും ഒന്നുമില്ല. മറിയയ്ക്ക് ആ നിലയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പരിശുദ്ധാത്മാവാണ് സഹായി. ഓ, എനിക്ക് ഈ കർത്താവിന്റെ സാക്ഷിയായി എൻ്റെ ഓഫീസിലും എൻ്റെ വീട്ടിലും എൻ്റെ സഭയിലും ഒക്കെ കർത്താവിൻ്റെ പ്രതിദാനം ചെയ്യാൻ എന്നെ സഹായിക്കാൻ ആരാ? അവിടെയും പരിശുദ്ധാത്മാവേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായിട്ട് നമ്മൾ വർത്തമാനമായ ഒരളവിൽ കർത്താവിനോട് ചോദിക്കണം. നമുക്ക് വേഗത്തിൽ ഈ മറിയയുടെ അനുഭവം തന്നെ നമുക്ക് നോക്കാം. ഈ പരിശുദ്ധാത്മാവ് തന്നിൽ നിഴലിടാൻ വേണ്ടി മറിയ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. അവിടെ അപ്പം ദൂതൻ ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. തൻ്റെ ഒരു ചാർച്ചക്കാരത്തി എലിസബത്തിനും ഒരു ഗർഭം ധരിച്ചിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു അതിന് ഇത്രയും കാര്യങ്ങൾ ദൂതൻ പറഞ്ഞപ്പോ അതിന് മറിയ പറയുന്ന മറുപടി എന്താ? മറിയ പറയുന്ന മറുപടി അതിന്റെ 38-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. പരിശുദ്ധാത്മാവിന്റെ മേൽ നിഴലിടാൻ മറിയ പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. എന്ന് വെച്ചാൽ എന്താ? ഒരു പൂർണ്ണ സമർപ്പണം. പൂർണ്ണ സമർപ്പണം. ദാസി എന്ന് പറയുമ്പോൾ ഒരു സ്ലേവിന്, ഒരു അടിമയ്ക്ക് സ്വന്തമായിട്ട് അവകാശങ്ങളൊന്നുമില്ല. മറിയ പറയുക, ഞാന് കർത്താവിന്റെ ദൈവത്തിന്റെ ദാസിയ. ദൈവം എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ട് അങ്ങനെ ഞാന് ഒരു കുഞ്ഞിന് ജന്മം നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അതിനുണ്ടാകാവുന്ന എല്ലാ വിഷമങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. കാരണം ഞാൻ എന്താ? അവന്റെ ദാസിയാണ്, അവന്റെ അടിമയാണ് എന്നുള്ള ഒരു ഫുൾ സറണ്ടർ, ഒരു പൂർണ്ണ സമർപ്പണമാണ് ആ വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് തന്റെ മേൽ നിഴലിടാൻ മറിയ എന്ത് ചെയ്തു? ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്നു. പറയുമ്പം നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ചെറുപ്പക്കാരി നോക്കുക, അതും വിവാഹ നിശ്ചയം ചെയ്ത്, ആ വരൻ വേറെ എവിടെയോ ആണ്, അവൻ അവസാനം കല്യാണം കഴിക്കാൻ വരുമ്പോ ഇവള് ഗർഭിണിയാണെന്ന് കണ്ടാൽ സ്വീകരിക്കുകയില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ ആ നിലയിലുള്ള അപമാനം, ജീവിതകാലം മുഴുവനുള്ള വിഷമങ്ങള്, ഇതെല്ലാം അവൾക്ക് നല്ലതുപോലെ അറിയാം, നല്ലതുപോലെ അറിയാം. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും അവൾ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ സമർപ്പിക്കുന്നു, തന്നെത്താൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വർത്തമാനമായ ഒരു അനുഭവത്തിലേക്ക് വന്ന് നമ്മളെ ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് നടത്തണമെങ്കിൽ എന്ത് വേണം? നമുക്കും ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. പൂർണ്ണ സമർപ്പണം ആവശ്യം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗത്തിൽ മറ്റൊരു കാര്യം ഇതുമായിട്ട് പറയട്ടെ. അതായത് ഇവളുടെ സമർപ്പണം മാത്രമല്ല, അവൾക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. എന്താ? നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ സമർപ്പിച്ച അവള് പിന്നീട് പറയുന്നു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കും എന്ന് വിശ്വാസത്താൽ താൻ ആ കാര്യം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തെ എപ്പോഴും വിശ്വാസം എന്തോ ചെയ്യണം? വിശ്വാസം പിന്തുടരണം. വിശ്വാസം പിന്തുടരണം. അബ്രഹാമിന്റെ കാര്യം നമുക്കറിയാം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം അതനുസരിച്ചു. പക്ഷെ അപ്പോഴും എന്തുണ്ടായില്ല? ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറിയില്ല. പക്ഷെ അവന് എന്തായിരുന്നു? അത് നടക്കും എന്ന് വിശ്വസിച്ച്
ആ തൻ്റെ സമർപ്പണത്തോട് ചേർന്ന് വിശ്വാസവും അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-9 വാക്യങ്ങൾ, 17-ാമത്തെ വാക്യം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താ ഒരു കുഞ്ഞുണ്ടാകുന്നത് സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ യാഗം കഴിക്കുന്നത് പറഞ്ഞു. അപ്പോഴബ്രഹാം എന്താ പറയുന്നത്? വിശ്വാസത്താൽ അബ്രഹാം എന്താ, താനെ ഈ കുഞ്ഞിനെ യാഗം കഴിച്ചാലും അവനെ ഉയർപ്പിപ്പാൻ ശക്തനാണ് എന്ന് വിശ്വസിച്ചു. ഇവിടെ ഇതാ മറിയ, ഞാനത് കർത്താവിന്റെ ദാസിയെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിലും ദൈവമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ദൈവം എന്നെ നിലനിർത്തിക്കൊള്ളും എന്ന് വിശ്വസിച്ച് അവള് നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് വിശ്വാസത്തിന്റെ ഒരു വാക്ക് സമർപ്പണത്തെ തുടർന്ന് പറയുന്നത് കാണുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തു. പല പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിന്റെ ഒരു ഒരു ചുവട് ഏതിനെ പിന്തുടരണം? നമ്മുടെ സമർപ്പണത്തെ പിന്തുടരണം. നമ്മുടെ ഒരു നിലപാടിനെ വിശ്വാസം പിന്തുടരണം. നമ്മൾ പറയുക, കർത്താവേ, പരിശുദ്ധാത്മാവ് എനിക്ക് വർത്തമാനമായ ഒരളവിൽ ലഭിപ്പാൻ ഞാന് അതിനായിട്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് എന്ത് വേണം? ഞാൻ അങ്ങനെ സമർപ്പിക്കും, ദൈവം എനിക്കത് ചെയ്ത് തരും, പരിശുദ്ധാത്മാവിനെ വർത്തമാനമായ ഒരളവിൽ എനിക്ക് തരും എന്ന് വിശ്വസിക്കയൂടെ അതിനെ തുടർന്ന് വേണം. അതാണ് മറിയയുടെ ഈ അനുഭവം നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനെ തുടർന്ന് നമുക്ക് പിന്നെയും ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിനായിട്ടുള്ള ചില 2 പടികളൂടെങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ വേണമെങ്കിൽ നോക്കാനായിട്ട് കഴിയും. അപ്പോ നമ്മള് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നു, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്നൊരു പ്രയോഗം കാണുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് നമ്മൾ കുറഞ്ഞ അളവ് പോരാ, നമ്മുടെ കൊച്ചു പാപങ്ങളുടെ മേൽ അല്ലെ വിശുദ്ധ പാപങ്ങളുടെ മേൽ ജയം കിട്ടാത്തക്കവണ്ണം വേണമെങ്കിൽ അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അളവ് വേണം. ആ അളവിനായിട്ട് ഉള്ള ഒരു പടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കുക. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകും. നമ്മള് പ്രിയ സഹോദരിമാരെ, നമ്മൾ കർത്തൃമേശയിലേക്ക് കടക്കുമ്പോൾ നമ്മള് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയോടെ ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഏതെങ്കിലും കുറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഏറ്റുപറഞ്ഞാൽ മതി, ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവമേ അത് ക്ഷമിക്കണേ, അവിടുന്ന് ക്ഷമിക്കും. പക്ഷേ ആ പാപം നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ പേരിൽ കർത്തൃമേശയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കണ്ട. അതായത് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആ നിലയില് നിഷ്കളങ്കമായ ഒരു മനസാക്ഷിയോടെ കർത്താവിന്റെ രക്തത്താലുള്ള കഴുകലോടുകൂടെ തന്നെ ഇതിലേക്ക് കരം നീട്ടാനായിട്ടൊക്കും. നമ്മുടെ മനസ്സിൽ ഒരാളോടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അത് പ്രത്യേകിച്ച് അതിനായിട്ട് മാറിയിരിക്കേണ്ട, കർത്താവിനോട് തന്നെ പറയുക. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തില് പറയുന്നത്, അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ കർത്താവ് അത് ക്ഷമിക്കും. അത് തെറ്റാണ് എന്ന് സമ്മതിച്ച്, എന്റെ മനോഭാവത്തിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ട് കർത്താവേ എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നമുക്ക് ഇതിൽ പങ്കാളികളാകാൻ കഴിയും. എന്നാൽ അതിനുശേഷവും പിന്നെയും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തും? ദൈവമേ, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ എനിക്ക് വേണം. ഈ മനോഭാവത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ പരിശുദ്ധാത്മാവിന്റെ വർത്തമാനമായ ഒരു അനുഭവം എനിക്ക് വേണം. മറിയയ്ക്ക് അസാധ്യമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ട് ചെയ്തു കൊടുത്തതുപോലെ
എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഒരു ശക്തമായ ഒരു പ്രവർത്തനം ഉണ്ടാകാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ചിന്തിച്ചതെന്താ? അതിനായിട്ട് വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു പൂർണ്ണ സമർപ്പണം വേണം. ആ പൂർണ്ണ സമർപ്പണത്തെ ഒരു വിശ്വാസത്തിന്റെ നിലപാട് അതിനെ പിന്തുടരണം. പിന്നീട് നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും കാര്യത്തിൽ അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ അനുസരിക്കണം. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്, അപ്പോസ്തല പ്രവൃത്തി 5:32. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ലൂക്കോസ് 11:13 വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, ചോദിക്കുന്നവർക്ക് യാചിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്നത്തെ ഈ കർത്തമേശയോട് ബന്ധപ്പെട്ടല്ല, നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതം. ലോകം ഇതിനെയൊന്നും, ക്രിസ്തീയ ലോകം പോലും, നമുക്കറിയാവുന്ന ക്രിസ്തീയ ലോകം പോലും ഇതിനെയൊന്നും ഗൗരവമായിട്ട് എടുക്കുകയില്ല. അവര് പറയും, ആരാ ഇത്രയും അങ്ങ് വിശുദ്ധരാരാ എന്നൊക്കെ പറയും. പക്ഷേ നോക്കുക, എൻ്റെ സാക്ഷികൾ ആകുക, ബീങ് എ വിറ്റ്നസ്, എൻ്റെ ഒരു സാക്ഷിയാവുക എന്ന് കർത്താവ് അവസാനമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ ഭവനത്തില്, നമ്മുടെ ഓഫീസില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സഭയില് ഒക്കെ കർത്താവിനെ പോലെ ആകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ടുള്ള ആ വഴിയിൽ നമ്മളെ സഹായിപ്പാൻ ആരുണ്ട്? നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ സഹായിപ്പാൻ അത്ഭുതം ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെ തന്നെ സമർപ്പിക്കുക. അതുപോലെ ആ സമർപ്പണത്തെ തുടർന്ന് പരിശുദ്ധാത്മാവ് അത് നമ്മൾ ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുക. ദൈവാത്മാവ് നേരത്തെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത് അനുസരിക്കാതുണ്ടെങ്കിൽ അതനുസരിക്കുക. എന്നിട്ടും നമുക്ക് ആ ഒരു അനുഭവം പൂർണ്ണമായിട്ട് വരുന്നത് വരെ നമ്മൾ നിരന്തരം യാചിച്ചു കൊണ്ടിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം വായിച്ചാൽ അപ്പം ചോദിക്കുന്നവന് കല്ല് കൊടുക്കുകയില്ല, മീൻ ചോദിക്കുന്നവന് മറ്റൊന്നല്ല കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിച്ചാൽ അത് കിട്ടും. ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. പക്ഷേ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനായിട്ട് യാചിക്കണം. ചോദിക്കുന്നവന് കിട്ടും. ആസ്ക്, സീക്ക്, നോക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചോദിക്കുക, മുട്ടുക, യാചിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഈ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ആരെ കൊണ്ടും അങ്ങനൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരമായി എടുക്കാതെ നമുക്ക് കർത്താവെ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള നാളുകളിൽ അവിടുത്തെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഈ കാര്യം ഇന്നു മുതൽ, ഇതേവരെ നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ഗൗരവമായിട്ട് എടുക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും ഒടുവിലായി പറഞ്ഞ ഒരു കാര്യമാണ്. ആ പറഞ്ഞത് എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കാനല്ല പറഞ്ഞത്, മറിച്ച് എന്താ? എവിടെയും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. നിങ്ങളെ കാണുന്നവർ എൻ്റെ സാക്ഷിയാണിവൻ എന്ന് തിരിച്ചറിയണം. ഈ കാര്യം കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണുന്നവർ നമ്മളെ കർത്താവിൻ്റെ ഒരു വിറ്റ്നസ്സായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അങ്ങനെ തിരിച്ചറിയുമോ? അതിന് തടസ്സമായി വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. മദ്യപാനമില്ല, അല്ലെങ്കിൽ കൊലപാതകമില്ല, അങ്ങനെയുള്ള മോഷണമില്ല, അങ്ങനെയൊക്കെയുള്ള വലിയ പാപങ്ങളോടൊക്കെ നമ്മൾ എന്നേ വിട പറഞ്ഞവരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപങ്ങളെ ഒന്നും താലോലിക്കാത്തവരാണ്. എങ്കിലും ഏതെങ്കിലുമൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള, നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആളുകൾ ഗൗരവമായിട്ടെടുക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കാൻ ഇതാ ഒരു സഹായി, ഒരു ഹെൽപ്പർ, അതാണ് പരിശുദ്ധാത്മാവ്.
യേശുവിനെ ഭൂമിയിൽ കൊണ്ടുവരാൻ ഈ പരിശുദ്ധാത്മാവ് സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതത്തിന് പിറവി തരുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനായിട്ട് മറിയെ പോലെ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. വിശ്വാസത്തോടെ അത് സംഭവിക്കും എന്ന വിശ്വാസത്തോടെ ആയിരിക്കുക. അതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അനുസരിക്കാത്തതുണ്ടെങ്കിൽ അത് എത്രയും വേഗം അനുസരിക്കും എന്ന് തീരുമാനിക്കുക. അതുപോലെ അത് ലഭിക്കുന്നത് വരെ ചോദിച്ചു കൊണ്ടിരിക്കുക. ഒരു പിതാവിനോട് കുഞ്ഞ് ചെന്ന് ചോദിച്ചാൽ തരാതിരിക്കുമോ? തീർച്ചയായിട്ടും തരും, തീർച്ചയായിട്ടും തരും. വിശ്വാസത്തോടെ ചോദിക്കുക, അനുസരണത്തോടെ ചോദിക്കുക, പൂർണ്ണ സമർപ്പണത്തോടെ ചോദിക്കുക. നമ്മൾ കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ തങ്ങളെ തന്നെ സഭയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മൾ തുടർന്ന് കർത്തൃമേശയിലേക്ക് കടക്കുകയാണ്. 1 കൊരിന്ത്യർ 11 അധ്യായത്തില് പൗലോസ് ഇത് സംബന്ധിച്ച പറഞ്ഞിട്ടുള്ള ആ ഭാഗം നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്തൃമേശയെക്കുറിച്ച് തുടക്കത്തിലെ സഹോദരന് ഓർപ്പിച്ചല്ലോ. നമുക്ക് ആ നിലയിൽ ഇതിലെ പങ്കാളികളാകാം. ഇത് നോക്കുക, ഇത് കേവലം ഈ സമയത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല. നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ 3 കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്. ഇവിടെ നമ്മൾ ഇതിൽ പങ്കാളികളാകുമ്പോൾ ഈ 3 കാലവും ഒരു പോയിന്റിൽ സന്ധിക്കുന്നത് പോലെയാണ്, ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഭൂതകാലം എന്താണ്? ഭൂതകാലം ഇവിടെ നോക്കുക, അവിടെ അതിന്റെ 24 വാക്യത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ. ഓർമ്മയ്ക്കായി എന്ന് പറയുമ്പോൾ ആ ഓർമ്മ ഏതിനെ കുറിച്ചുള്ളതാണ്? പഴയ കാലത്തെക്കുറിച്ചുള്ളതാ, ഭൂതകാലത്തെക്കുറിച്ചുള്ളതാ. ഏതോർമ്മയാണ്? കണ്ടോ, അതിന്റെ 23 വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. അപ്പോൾ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തതും കർത്താവ് ഈ ശുശ്രൂഷ ഈ നിലയിൽ ഏർപ്പെടുത്തിയതും അതിനെ തുടർന്ന് കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചതും തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും പാപികളായിരുന്ന നമുക്ക് വേണ്ടി ഊറ്റിത്തന്നതും ഒക്കെയുള്ള ആ ഭൂതകാലത്തിലെ സംഭവം നമ്മൾ ഓർക്കണം. കർത്തൃമേശയിൽ നമ്മൾ അത് ഓർക്കണം. എന്നിട്ട് നന്ദി പറയണം. കർത്താവേ, എനിക്കായിട്ട് അവിടുന്ന് മരിച്ചല്ലോ. കർത്താവേ, അവിടുന്ന് 2000 വർഷം മുമ്പ് ചൊരിഞ്ഞ ആ രക്തത്തിൽ എന്നെയും അവിടുന്ന് പങ്കാളിയാക്കിയല്ലോ. എന്നെയും അവിടുന്ന് ആ നിലയിൽ സ്ഥാപിച്ച ആ വലിയ രക്ഷയുടെ ഒരു പങ്കാളിത്തം ഇന്ന് എനിക്ക് തന്നല്ലോ. അങ്ങനെ നമ്മൾ കർത്താവ് ചെയ്ത ആ കാര്യത്തെ ഓർമ്മിക്കുകയാണ്. ഭൂതകാലം. രണ്ടാമത് എന്താ പറയുന്നത്? രണ്ടാമത് 26 വാക്യം നോക്കുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുക. എപ്പോഴാ സംഭവിക്കുന്നത്? ഇപ്പൊ വർത്തമാനകാലത്തിലാണ് സംഭവിക്കുന്നത്. ഇപ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നു?
അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് നുറുക്കി തിന്നുന്നു, പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നു. ഓ, പ്രസന്റ് ടെൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോ നോക്കുക, ഇത് 2000 വർഷം മുമ്പ് കർത്താവ് ഇത് സ്ഥാപിച്ചതിനെ കുറിച്ചും കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചതിനെ കുറിച്ചും നമ്മൾ തിരിഞ്ഞു നോക്കി നന്ദി പറയുന്നു. ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമുമ്പാകെ ഒരു നല്ല മനസാക്ഷിയോടെ, കർത്താവെ എനിക്ക് ഇന്ന് ഇതിന് ആരോഗ്യം തന്നല്ലോ, ഈ നിലയിൽ ഒരു അവസരം വീണ്ടും ഭൂമിയുടെ മുഖത്ത് എനിക്ക് തന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഇതിൽ പങ്കാളികളാകുമ്പോൾ നമ്മൾ ആ വർത്തമാനകാലത്തിലാണ് നമ്മൾ അതിൽ പങ്കാളികളാകുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ എന്താ അവിടെ നമ്മൾ കാണുന്നു, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഭാവിയെ കുറിച്ചുകൂടെ അവിടെ പറയുന്നുണ്ട്. എന്താ? കർത്താവ് വരുവോളം അവന്റെ മരണത്തെ ഇത് പ്രസ്താവിക്കുന്നു. കർത്താവ് വന്നോ? 2ാമത്തെ വരവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, വന്നില്ല. ഭൂതകാലത്തിൽ വന്നില്ല, ഇന്ന് വർത്തമാനകാലത്തിൽ ഇന്ന് വരെ വന്നില്ല. ഇനി എപ്പ വരും? ഭാവിയിൽ വരും. അപ്പോ ഈ കർത്തൃമേശ അനുഷ്ഠിക്കുമ്പോൾ നമ്മള് ഭാവിയെ കൂടെ, കർത്താവ് വീണ്ടും വരും, കർത്താവ് വരും. നോക്കുക, എത്ര അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണിത്. ഒരു കൊച്ചു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഇവിടെ ഒരുമിക്കുക ചെയ്യുന്നത്. അതിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്. ഈ കാര്യത്തിൽ പങ്കാളികളാകുമ്പോൾ ഈ 3 കാലത്തെയും നോക്കി നമുക്ക് നന്ദിയും ആ നിലയിൽ സമർപ്പണവും വിശ്വാസവും ഒക്കെ തന്നെയാണുള്ളത്. കർത്താവ് എനിക്ക് വേണ്ടി 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചു. കർത്താവെ നന്ദി. ഇന്ന് എനിക്കിതിൽ പങ്കാളിയാകാൻ കർത്താവെ നീ ഒരവസരം തന്നു, നന്ദി. കർത്താവെ, ഇത് ഞാൻ എന്തുവരെ ചെയ്യണം? നീ വരുവോളം, നിന്റെ വരവേറ്റവും അടുത്തു എന്ന് ലോക സംഭവങ്ങൾ പറയുന്നല്ലോ. നീ വരും വരും വരും. വരുമ്പോൾ കർത്താവെ, ഈ നിലയില് നിന്റെ ഒരു സാക്ഷിയായിട്ട് വളരെ ഗൗരവമായിട്ട് ക്രിസ്തീയ ജീവിതത്തെ എടുത്ത് ജീവിച്ചാൽ, കർത്താവെ, നീ എന്നെ ആ നിലയില് അവിടുത്തെ കാന്തയായിട്ട്, എനിക്ക് വേണ്ട ആ നിലയിലുള്ള പ്രതിഫലം തന്ന് നിത്യകാലം അങ്ങയോടൊപ്പം ജീവിക്കാൻ ഭാവിയിൽ എനിക്ക് അവസരം ഒരുക്കുമല്ലോ. ആ ഭാവിയെ കൂടെ നമ്മൾ ഓർത്ത് നന്ദി പറയണം. നോക്കുക, രക്ഷയുടെ 3 കാലങ്ങളും നമ്മൾ ഇവിടെ ഇതില് വന്നു ചേരുന്ന ഒരു ശുശ്രൂഷയാണിത്. നമുക്ക് ആ നിലയിൽ ഇതിലെ പങ്കാളികളാകാം. അപ്പത്തിന് വേണ്ടി, ഈ വീഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ തലകളെ വണക്കുകയും നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ളവര് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഇതിലേക്ക് കരങ്ങളെ നീട്ടാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞതുപോലെ കർത്താവായ യേശു നമ്മളെ സ്നേഹിച്ചു. നമ്മളൊരു അനാവശ്യമായ കുറ്റം വിധിയും അനാവശ്യമായ ഒരു ആ നിലയിൽ ഒരു കണ്ടംനേഷനിലും നമ്മൾ ജീവിക്കേണ്ട. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും കഴുകും. പക്ഷെ നമ്മൾ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓർമ്മ വരുന്ന പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുക. അതുപോലെ ആരോടെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടെങ്കിൽ കർത്താവിനോട് പറയുക, കർത്താവെ, ഞാൻ ഇപ്പോഴിതിൽ പങ്കെടുക്കുന്നു, പക്ഷെ കിട്ടുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ ആ ആളിനോട് ഞാൻ ക്ഷമ പറഞ്ഞുകൊള്ളാം. അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതിൽ പങ്കാളികളാകാമല്ലോ. എന്നാൽ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ മാറി ഇരിക്കുന്നതിനും കുഴപ്പമില്ല എന്ന് തുടക്കത്തില് നമ്മൾ കേട്ടല്ലോ. ഇതെല്ലാം 3 കാലങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഇത് ഈ ഗൗരവത്തോടെ നമുക്ക് ഈ കാര്യത്തില് പങ്കാളികളാകാം. നമുക്ക് ദൈവം ഈ മാസവും ഇങ്ങനെ ഒരു അവസരം തന്നു. ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, മരണം വഴിയായിട്ട് എത്രയോ പേര് കടന്നുപോയി. എന്നാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സഭയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ നമുക്കിതിൽ പങ്കാളികളാകാം.